الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കൽ ഓരോരുത്തരുടെയും മേൽ നിർബന്ധമാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഇൽമ അന്വേഷിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെയും മേൽ ഫർളായ കാര്യമാണ് എന്ന്. ഓരോരുത്തരും അവരുടെ ഇഹപര വിജയത്തിനുതകുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ ഇൽമുള്ളവർക്ക് ഒരുപാട് ശ്രേഷ്ഠതകളും നൽകി. ഇൽമുള്ളവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് പല ശ്രേഷ്ഠതകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാ അദ്നാകും. ഒരു പണ്ഡിതന് ഒരു ആബിദിനേക്കാൾ ഉള്ള ശ്രേഷ്ഠത, ഒരുപാട് ഇബാദത്ത് ചെയ്ത് കൂട്ടുന്ന, ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന ഒരു വ്യക്തിയേക്കാൾ അറിവുള്ള വ്യക്തിക്കുള്ള ശ്രേഷ്ഠത നിങ്ങളിൽ ഏറ്റവും താഴ്ന്ന ആളേക്കാൾ എനിക്കുള്ള ശ്രേഷ്ഠത പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫദ്ലുൽ ആലിമി അലൽ ആബിദ് കഫദ്ലിൽ ഖമരി അലാ സായിരിൽ കവാകിബ്. പണ്ഡിതന് സാധാരണക്കാരെക്കാളുള്ള ശ്രേഷ്ഠത കോടാനുകോടി നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു ചന്ദ്രനുള്ള
ശ്രേഷ്ഠത പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ ഇൽമിനും ഇൽമിന്റെ അഹലുകാർക്കും അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ഒരുപാട് ശ്രേഷ്ഠതകൾ നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇൽമു പഠിച്ച വ്യക്തിക്ക് വേണ്ടി ആകാശഭൂമികളിലുള്ള സകലരും ഇസ്തിഗ്ഫാർ ചെയ്യുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഹത്തൽ ഹീതാനി ഫിൽ മാ വഹത്തൻ നംലതി ഫി ജുഹരിഹാ. ഒരു പണ്ഡിതൻ അവന് വേണ്ടി ആകാശത്തിലുള്ള സകലരും ഭൂമിയിലുള്ള സകലരും വെള്ളത്തിലുള്ള മത്സ്യങ്ങൾ വരെ മാളങ്ങളിലുള്ള ഉറുമ്പുകൾ വരെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ് എന്ന്. ഇൽമിന്റെ സദസ്സിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്, ഇൽമിന്റെ സദസ്സ് അല്ലാഹു റഹ്മത്ത് ചൊരിയുന്ന സദസ്സാണ്, മലക്കുകൾ പൊതിയുന്ന സദസ്സാണ്, അല്ലാഹു സമാധാനം ഇറക്കുന്ന സദസ്സാണ്, മലക്കുകളാകുന്ന ഉന്നതന്മാരുടെ അടുക്കൽ വെച്ച് അല്ലാഹു അഭിമാനം കൊള്ളുന്ന പുകഴ്ത്തി പറയുന്ന സദസ്സാണ് എന്ന. ഇൽമിന് ഇത്രത്തോളം ശ്രേഷ്ഠതയുണ്ട് എങ്കിൽ, ഇൽമിന്റെ അഹലുകാർക്ക് ഇത്രത്തോളം പദവികൾ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നിശ്ചയിച്ചതിട്ടുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള വിവരക്കേടിനും. വിവരക്കേട് ഏറെ തരം തായുന്ന ഒരു വിശേഷണമാണ്. വിവരം കെട്ടവൻ എന്നുള്ളത് തീർത്തും തരം തായുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അറിവില്ലായ്മ എന്നുള്ളത്, ഏതൊരു വിഷയത്തിലും അറിവുണ്ടാകുക എന്നുള്ളത് പവിത്രതയും ശ്രേഷ്ഠതയും എന്നതുപോലെ ആ വിഷയത്തിൽ അറിവില്ല എന്നത് നിന്ദ്യതയും തരംതായലുമാണ്. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, അറിവുള്ളവർ അറിവില്ലാത്തവർ അറിവുണ്ട് എന്ന് നടിക്കുന്നത് ഇൽമിന്റെ ശ്രേഷ്ഠതയാണ്. അറിവില്ലാത്തവൻ പോലും ഞാൻ അറിവില്ലാത്തവരാണെന്ന് സമ്മതിക്കാത്തത് അറിവില്ലായ്മയുടെ നിന്ദ്യതയാണ്. ഇൽമുണ്ടാകുമ്പോഴാണ് നമുക്ക് സമൂഹത്തിൽ ഉയരാനും വളരാനും സാധിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ഒരു ജീവിതം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കുക. അറിവില്ലായ്മ ഒരുപാട് അപകടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. പണ്ഡിതന്മാർ അറിവില്ലായ്മയുടെ ദൂഷ്യങ്ങൾ എണ്ണിപ്പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരാൾ എപ്പോഴാണ് അറിവില്ലാത്തവനാകുന്നത്, അല്ലെങ്കിൽ അറിവില്ലാത്തവരുടെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്ന് പണ്ഡിതന്മാർ ഖുർആനിക ആയാത്തുകളിലൂടെയും ഹദീസുകളുടെ വെളിച്ചത്തിലും നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്ന 6 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പണ്ഡിതന്മാർ എഴുതി, അറിവില്ലായ്മയുടെ അടയാളം അല്ലെങ്കിൽ അറിവില്ലാത്തവന്റെ അടയാളം ആദമുൽ അമലി ബിൽ ഇൽം, അറിവനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക എന്നതാണ്. ഒരു വിവരം, ഒരു അറിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. അറിഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക എന്നത് അറിവില്ലായ്മയുടെ അടയാളമാണ്, അല്ലെങ്കിൽ വിവരം കെട്ടവന്റെ വിശേഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതുപോലെ, അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. അതഅ്മുറൂന അന്നാസ ബിൽ ബിർ, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയാണോ? വതൻസൗന അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നിട്ട്, വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങളാണെങ്കിലോ ഗ്രന്ഥം പാരായണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? അപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ ഇൽമു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നാൽ നമ്മുടെ സ്വന്തത്തിൽ അമലില്ല എങ്കിൽ അത് ജഹലിന്റെ അടയാളമാണ്, ജാഹിലിന്റെ സ്വഭാവമാണ്. അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ അറിവുള്ളവരെ പുകഴ്ത്തി പറയുന്നുണ്ട്. ആ അറിവുള്ളവരെ പുകഴ്ത്തി പറയുന്നതിന്റെ തൊട്ട് മുമ്പ് അള്ളാഹു സംസാരിക്കുന്നത് അമലിനെ സംബന്ധിച്ചാണ്. ഒന്നാമത്തേത്, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമ
യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വഖായിമ. സുജൂദ് ചെയ്തു നിന്നും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അമൽ ചെയ്യുന്ന ഒരുത്തൻ, യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബി, അവൻ ആഖിറത്തെ പേടിക്കുന്നു, ജാഗ്രത കൈകൊള്ളുന്നു, അവന്റെ റബ്ബിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആഖിറത്തെ പ്രതീക്ഷിച്ച് റബ്ബിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ച് സുജൂദിലും ഖിയാമിലുമായി കഴിഞ്ഞുകൂടുന്ന ഒരാളാണോ ഉത്തമൻ? അതല്ല അങ്ങനെ ചെയ്യാത്ത ഒരാളാണോ? ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ പറഞ്ഞു കൊടുക്കുക, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുകയില്ല എന്ന്. അറിവുള്ളവരും അറിവില്ലാത്തവരും ജീവിതം കൊണ്ട് തുല്യരാകുകയില്ല, മരണം കൊണ്ട് തുല്യരാകുകയില്ല, പ്രവർത്തനം കൊണ്ട് തുല്യരാകുകയില്ല, നിലപാടുകൾ കൊണ്ട് തുല്യരാകുകയില്ല, ചിന്തകൾ കൊണ്ട് തുല്യരാകുകയില്ല, കർമ്മങ്ങൾ കൊണ്ട് തുല്യരാകുകയില്ല. ഒരർത്ഥത്തിലും അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുകയില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്ന നബിയെ. അപ്പോൾ അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന് മുമ്പ് അള്ളാഹു അവരെ വിശേഷിപ്പിച്ചത് അവർ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് എന്നാണ്. അപ്പൊ അറിവുള്ളവരുടെ വിശേഷണമാണ് അറിവനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും വഇദാ ഖീല ഇൻശുസൂ ഫിൽ മജാലിസി ഫൻശുസൂ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളോട് സദസ്സിൽ വിശാലത കാണിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ വിശാലത കാണിക്കണം. ഒരാൾക്ക് ഇരിക്കാനുള്ള സൗകര്യം നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. യഫ്സഹില്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു വിശാലത കാണിച്ചു തരും, നിങ്ങൾക്ക് അല്ലാഹു സൗകര്യം ഉണ്ടാക്കി തരും. നിങ്ങളോട് സദസ്സിൽ നിന്നും എഴുന്നേറ്റ് മാറണമെന്ന് പറഞ്ഞാൽ വൈദാ ഖീല ഇൻശുസൂ ഫൻശുസൂ, നിങ്ങൾ മാറിപ്പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് പോകണം. അല്ലാഹു പറഞ്ഞു, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അപ്പോൾ അതബോടുകൂടിയുള്ള പെരുമാറ്റം, മറ്റുള്ളവരെയും പരിഗണിച്ചുകൊണ്ടുള്ള നിലപാട്, അത് ഇൽമുള്ള ആൾക്കാരുടെ പ്രവർത്തനമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത് എന്ന് പല പണ്ഡിതന്മാരും വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അറിവുണ്ടാവുന്നത് മാത്രം പോരാ, അറിവനുസരിച്ചുള്ള പ്രവർത്തനവും നമുക്കുണ്ടാകണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ആലിമായി മാറുന്നത്, ഇൽമുള്ള ആളായി മാറുന്നത്. അറിവുണ്ടായിട്ടും അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ പോരായ്മയാണ്, അത് വിവരം കെട്ടവരുടെ അടയാളമാണ്. നമുക്കത് ഉണ്ടാകാൻ പാടില്ല. അറിവനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പണ്ഡിതന്മാർ വിവരക്കേടിൻ്റെ അടയാളമായി അല്ലെങ്കിൽ വിവരം കെട്ടവന്റെ വിശേഷണമായി പറഞ്ഞ രണ്ടാമത്തെ കാര്യം, വിവരം കെട്ടവർ അവർ അറിവനുസരിച്ച് അറിവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുകയില്ല എന്നുള്ളതാണ്. അദമു ഫഹ്മി ദലീലി വവദ്ഉഹു ഫി ഗൈരി മൗദിഇഹി. ഖുർആനിക ആയാത്തുകളെയും ഹദീസുകളെയും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതിരിക്കൽ അത് വിവരക്കേടാണ്. അവർക്ക് ആയത്തറിയാം, ഹദീസ് അറിയാം, എന്നാൽ ആയത്ത് കൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചത് എന്ത് എന്ന് അവനറിയില്ല എങ്കിൽ, അവർക്ക് ഹദീസ് അറിയാം, എന്നാൽ ആ ഹദീസ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് എന്ത് എന്ന് അവൻ അറിയില്ല എങ്കിൽ അവൻ ജാഹിലാണ്, അത് വിവരക്കേടാണ്. ആയത്ത് ഓതിയിട്ട് കാര്യമില്ല, ഹദീസ് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും എന്താണോ ഉദ്ദേശിച്ചത് അതറിയാൻ സാധിക്കണം. വിദഗ്ധരുടെ പലപ്പോഴുമുള്ള ഒരു പ്രശ്നം അതായിരുന്നു. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ബിദ്അത്തിന്റെ ആൾക്കാർ, പുത്തനാശയക്കാർ അവരുടെ ബിദ്അത്തുകൾക്ക് വേണ്ടി ആയത്ത് ഓതാറുണ്ട്, ഹദീസ് പറയാറുണ്ട്. അവർ വിധേയികളായത് അവരുടെ വാദങ്ങൾക്ക് ആയത്തില്ലാത്തത് കൊണ്ടല്ല, അവരുടെ വാദങ്ങൾക്ക് ഹദീസ് ഇല്ലാത്തത് കൊണ്ടല്ല. അവർ അവരുടെ വാദങ്ങൾ സമർത്ഥിക്കാൻ ആയത്തും ഹദീസും ഓതുന്നവരാ. പിന്നെ എന്തുകൊണ്ട് അവർ വിധേയികളായി? പക്ഷെ ആ ആയത്ത് കൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചതല്ല അവർ പറയുക, ആ ഹദീസ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചതല്ല അവർ പറയുക. അവരുടെ പേച്ച ആശയാദർശങ്ങൾക്ക് ഈ ആയത്തിനെ അവർ ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് പ്രശ്നം. ഖവാരിജികളുടെയൊക്കെ പ്രശ്നം അതാണ്. പോലുള്ള ഒരുപാട് വിധേയികൾ അവർ ആയത്തുകൾ ഓതും, പക്ഷേ അതിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കൂല. അദമു ഫഹ്മി ദലീൽ
ദലീലിനെ മനസ്സിലാക്കാതിരിക്കലും അതിനെ വെക്കേണ്ടടുത്ത് വെക്കാതിരിക്കലും വിവരക്കേടാണ്, അറിവില്ലായ്മയാണ്. ഖവാരിജികളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. യഖ്റുജു ഫി ആഖിരി സമാൻ, ഖിയാമത്ത് നാളിന്റെ ഭാഗമായി അവസാന കാലഘട്ടത്തിൽ കുറച്ച് ആൾക്കാർ പുറത്തു വരും. ഖൗമുൻ അഹ്ദാസുൽ അസ്നാൻ സുഫഹാഉൽ അഹ്ലാം, ചെറുപ്രായക്കാരായവർ, ഇൽമില്ലാത്തവർ, അതുപോലെ തന്നെ ഗ്രാഹ്യതയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മനസ്സിലാക്കേണ്ടതുപോലെ കാര്യങ്ങളെ മനസ്സിലാക്കാത്തവർ. യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ പാരായണം ചെയ്യും. ലാ യുജാവിസു തറാഖിയഹും, എന്നാൽ ആ ഖുർആനിക പാരായണം അവിടെ തൊണ്ടക്കു വിട്ട് താഴോട്ട് പോവുകയില്ല. കേവല പാരായണം മാത്രമാണത്. ആയത്തുകളെയോ ഹദീസുകളെയോ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കുകയില്ല. അങ്ങനെയുള്ളവർ പെട്ടെന്ന് ദീനിൽ തെറിച്ചു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഖൂലൂന മിൻ ഖൗലി ഖൈരിൽ ബരിയ, അവർ ഹദീസും ആയത്തൊക്കെയാണ് ഓതുക. ഖൈറുൽ ബരിയയുടെ ഖൗലാണ് അവർ പറയുക, റസൂലുള്ളാഹിന്റെ വാക്കുകളാണ് അവർ പറയുക. പക്ഷേ അത് മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകുകയില്ല, ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ചിട്ടുണ്ടാകുകയില്ല. അത്തരക്കാരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖു സഹ്മു മിനർ റമിയ, അമ്പേൽക്കുന്ന മൃഗത്തിന്റെ ശരീരത്തിലൂടെ അമ്പ് തുളച്ചു കയറി പുറത്തു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്നും തെറിച്ചു പോകുന്നതാണ് എന്ന്. അപ്പോൾ ആയാത്തുകളെയും ഹദീസുകളെയും മനസ്സിലാക്കേണ്ടതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരായത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഈ ആയത്തിനെ സ്വഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് നമ്മൾ പഠിക്കണം. സ്വഹാബാക്കളിൽ നിന്നും ദീൻ പഠിച്ച താബിഉകൾ എങ്ങനെ മനസ്സിലാക്കിയെന്ന് നമ്മൾ പഠിക്കണം. അവരിൽ നിന്നും ദീൻ പഠിച്ച തബു താബിഈൻ, അവൻ ദീൻ പഠിച്ച തബു അത്ബാഉ താബിഈൻ, ഇവരൊക്കെ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത് നമ്മൾ പഠിക്കണം. സലഫുകൾ എങ്ങനെയാണ് ഈ ആയത്തിനെ മനസ്സിലാക്കിയതെന്ന് നമ്മൾ പഠിക്കണം, അന്വേഷിച്ച് ചെല്ലണം. ഒരു ഹദീസ് പഠിക്കുമ്പോൾ ആ ഹദീസിനെ സഹാബാക്കൾ എങ്ങനെയാണ് അമലാക്കിയത് എന്ന് നമ്മൾ പഠിക്കണം. അല്ല എങ്കിൽ ഹദീസിനെയും ആയത്തിനെയും മനസ്സിലാക്കാതെ തെറ്റായ ആശയാദർശങ്ങളിലേക്ക് നമ്മൾ പോകും. ഒരു ആറാബിക്ക് പറ്റിയ ഒരു തെറ്റ്, അയാൾ ഖുർആനിക ആയാത്തുകൾ ഇങ്ങനെ ഓതുമ്പോൾ ഒരായത്ത് കണ്ട സൂറത്തുൻ നിസായിൽ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. വലൗ അന്നഹും യളമു അൻഫുസഹും, അവർ അവരുടെ സ്വന്തത്തോട് തെറ്റ് ചെയ്ത സന്ദർഭത്തിൽ ജാഊക, അവർ താങ്കളുടെ അടുക്കലേക്ക് വരികയും ഫസ്തഗ്ഫിറുല്ലാഹ, അവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും വസ്തഗ്ഫറ ലഹുർ റസൂലു, റസൂലും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അവർ അല്ലാഹുവിനെ തവ്വാബും റഹീമുമായി കണ്ടെത്തുന്നതാണ് എന്ന്. മക്കയിലെ മദീനയിലെ മുനാഫിക്കുകളെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത്. മദീനയിലെ മുനാഫിക്കുകൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വിധി തേടി വരാതെ തൗറാത്തിൽ എന്താണ് പറയുന്നത് എന്ന് അന്വേഷിച്ചിട്ട് പോയി. പ്രവാചകനെ പ്രയാസപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു. ആ വിഷയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാചകം പറയുന്നത്. അവർ അങ്ങനെ പ്രവാചകനെ ബുദ്ധിമുട്ടിച്ചപ്പോൾ, പ്രയാസപ്പെടുത്തിയപ്പോൾ, പ്രശ്നം വന്നപ്പോൾ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെന്ന് വിധി തേടാതെ തൗറാത്തിൽ എന്ത് എന്ന് പറയും എന്ന് അന്വേഷിച്ചു പോയപ്പോൾ ആ സന്ദർഭത്തിൽ അവർ ചെയ്ത ആ തെറ്റ് അവർ അത് തിരുത്താൻ പ്രവാചകൻ അടുക്കലേക്ക് വരികയും പ്രവാചകനോട് മാപ്പ് ചോദിക്കുകയും അങ്ങനെ പ്രവാചകൻ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയും അവരും അല്ലാഹു ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് ആയത്തിന്റെ ആശയം. എന്നാൽ ഈ ആറാബി ഓതിയപ്പോൾ മനസ്സിലാക്കി ഇത് നബിയുടെ ഖബറിന്റെ അരികിൽ ചെന്നിട്ട് നബിയോട് പറയാനുള്ളതാണ് എന്ന്. ആ വ്യക്തി ആയത്തോതിയിട്ട് നബിയുടെ ഖബറിന്റെ അരികിലേക്ക് വന്നു. നബിയോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നിട്ടുള്ളത് ഞാൻ ഖുർആൻ ഓതുമ്പോൾ ഒരു ആയത്ത് കണ്ടു, ഈ ആയത്ത് ഓതി, ഈ ആയത്ത് കണ്ടതുകൊണ്ടാണ് ഞാൻ വന്നത്. എങ്ങനെയാണ് വന്നത്? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് താങ്കളെ മുൻനിർത്തിക്കൊണ്ട് എന്ന്. താങ്കളെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് പ്രവാചകരെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ആയത്ത് ആ ആറാബി തെറ്റായി മനസ്സിലാക്കിയതാണ്. എന്നാൽ പിന്നീട് ഒരു വലിയ സമൂഹം ശിർക്കിൽ ചെന്നാപതിക്കാൻ ഈ ഒരു ആയത്ത് ആ ആറാബി മനസ്സിലാക്കിയ ഫഹ്മ് തെറ്റായത് കൊണ്ട് കാരണമായി തീർന്നു. പിന്നീട് വന്ന ഖുബൂരികൾ, ഖബറാരാധകർ, അവരുടെ ശിർക്കിനെ ന്യായീകരിക്കാൻ ഈ ആയത്തോതും ഈ ആറാബിയുടെ ഈ കഥയും പറയും. തെറ്റായി മനസ്സിലാക്കുന്നതിൽ ഉണ്ടാകുന്ന അപകടം വലുതാണ്. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ അറിയാതിരിക്കൽ മാത്രമല്ല, ആയത്തുകളെയും ഹദീസുകളെയും
മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതിരിക്കലും അറിവില്ലായ്മയാണ്, വിവരക്കേടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായി പണ്ഡിതന്മാർ അറിവില്ലായ്മയുടെ അടയാളമായി അല്ലെങ്കിൽ അറിവില്ലാത്തവന്റെ വിശേഷണമായി പഠിപ്പിച്ചെന്നത് അൽ മുനാസഅതു ഫിൽ മസ്അല ഖബ്ല ഇസ്തിക്മാലിൽ ഇൽമി വഇഹ്കാമിഹി വജംഇ ഹവാശിഹി വഅത്റാഫിഹി. ഒരു വിഷയം കൃത്യമായി പൂർണ്ണമായും പഠിക്കുന്നതിന് മുമ്പ് ആ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം മറ്റ് അതുമായി ബന്ധപ്പെട്ട ലവാസിമുകളുണ്ടോ അവകളെ സംബന്ധിച്ചെല്ലാം വിവരം കിട്ടുന്നതിന് മുമ്പ് ആ വിഷയത്തിൽ തർക്കിക്കുക എന്നുള്ളത് വിവരക്കേടാണ്. ആ വിഷയം അവൻ പൂർണ്ണമായി പഠിച്ചിട്ടില്ല, പൂർണ്ണമായി ഇതിനെക്കുറിച്ച് അവൻ അറിയില്ല. അങ്ങനെ അറിയാത്ത, പൂർണ്ണമായി പഠിക്കാത്ത, ഇതുമായി ബന്ധപ്പെട്ട് വേറെന്തെല്ലാം ചർച്ചകളുണ്ട്, അല്ലെങ്കിൽ ഒരു ഹദീസ് കിട്ടിയാൽ, ഒരു ആയത്ത് കിട്ടിയാൽ ഈ ആയത്തിൻ്റെ മറ്റു വശങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ സാഹചര്യം എന്താണ് എന്നെല്ലാം പൂർണ്ണമായും വലയം ചെയ്യാതെ, വിഷയം പൂർണ്ണമായും പഠിക്കാതെ ആ വിഷയത്തിൽ തർക്കിക്കുക എന്നുള്ളത് വിവരക്കേടിൻ്റെ അടയാളമാണ്, വിവരം കെട്ടവന്റെ വിശേഷണമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നസലൽ ഖുർആൻ അലാ സബ്അതി അഹ്റുഫിൻ. ഖുർആൻ 7 അഹ്റുഫുകളിലായിട്ടാണ്, 7 ഹർഫുകളിലായിട്ടാണ് ഇറങ്ങിയതെന്ന്. 7 ഹർഫുകൾ എന്ന് പറഞ്ഞാൽ 7 ഭാഷയിലായിട്ട്, 7 ഭാഷ എന്ന് പറഞ്ഞാൽ 7 ശൈലിയിലായിട്ട്, 7 ലഹിജകളിലായിട്ട് ആണ്. അറബികൾക്ക് വ്യത്യസ്ത അറബിയാണ് എല്ലാവരും പറയുന്നത്, പക്ഷെ ഓരോരുത്തരും ഓരോ വേർഡാണ് പ്രയോഗിക്കുക. അങ്ങനെ 7 വേർഡുകളിലായിട്ടാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. എന്നാൽ അറബികൾ പ്രയോഗിക്കുന്ന 7 വേർഡുകൾ ഖുർആനിലുണ്ട് എന്നർത്ഥം. അലാ സബ്അതി അഹ്റുഫിൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ മിറാഉ ഫിൽ ഖുർആനി കുഫ്റുൻ. ഖുർആന്റെ വിഷയത്തിൽ തർക്കിക്കുക എന്നുള്ളത് കുഫ്റാണ്. ഖുർആനെ നിഷേധിക്കാൻ വേണ്ടി, ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഖുർആന്റെ വിഷയത്തിൽ തർക്കിക്കുക എന്നുള്ളത് കുഫ്റാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞു. കാലഹ തലാസൻ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അറഫ്തു മിൻഹു ഫഅമലു ബി. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. വമാ ജഹിൽതു മിൻഹു ഫറുദ്ദൂഹു ഇലാ അലിമിഹി. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അത് അറിയുന്ന ആളിലേക്ക് വിടുക, പണ്ഡിതന്മാരിലേക്ക് വിടുക. പണ്ഡിതന്മാരാണ് ദീനിന്റെ അഹ്ലുകാർ, ദീനിന്റെ ഉത്തരവാദികൾ, ദീൻ വിശദീകരിച്ചു തരുന്നവർ. അവർക്കാണ് ദീനിന്റെ അസ്റാറുകൾ അറിയുക, ദീനിന്റെ മഖാസിദുകൾ അറിയുക. അല്ലാഹുവിന്റെ റസൂലും ഈ ആയത്ത് കൊണ്ട്, ഈ ഹദീസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായ ബോധ്യമുള്ളവർ പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് അറിയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക, അറിയാത്തത് പണ്ഡിതന്മാരിലേക്ക് വിടുക. അറിയാത്ത കാര്യത്തിൽ പൂർണ്ണമായും ആ വിഷയത്തിലുള്ള വിവരം കരസ്ഥമാക്കുന്നതിന് മുമ്പ് ആ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുക എന്നുള്ളത്, തർക്കിക്കുക എന്നുള്ളത് വിവരക്കേടിൻ്റെയും അറിവില്ലായ്മയുടെയും അടയാളമാണ്. നമ്മളത് ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരു വിഷയം പൂർണ്ണമായും പഠിക്കാതെ ആ വിഷയത്തിൽ തർക്കിക്കാൻ പോകരുത്, അഭിപ്രായം പറയാൻ പോകരുത്. പല ആൾക്കാർക്കുള്ളൊരു സ്വഭാവമാണ്, ആ വിഷയം പഠിച്ചിട്ടുണ്ടാവില്ല, ഒരു പണ്ഡിതന്റെ ക്ലാസ് കേൾക്കും, ക്ലാസ് കേട്ടതിന് ശേഷം ആ പണ്ഡിതനേക്കാൾ വലിയ പണ്ഡിതനായിട്ട് കുറച്ച് ആൾക്കാർ കൂടിയിരിക്കും. അയാൾ പറഞ്ഞത് ശരിയല്ല, അയാൾ എങ്ങനെ അത് പറയാം, അയാൾ അത് പറഞ്ഞത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ആ പണ്ഡിതൻ പറഞ്ഞത് ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. പണ്ഡിതന്മാരുടെ അക്വാലുകളെ ജമ്മു ചെയ്ത് അതിന്റെ വൽഹാസിലായിരിക്കും ആ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടാകുക. എന്നാൽ ഈ വിവരം കെട്ടവൻ, ആ പണ്ഡിതനെ ചോദ്യം ചെയ്യുന്നവൻ, ഈ വിഷയത്തിൽ ഒരു കിതാബും വായിച്ചിട്ടുണ്ടാകുകയില്ല, ഒരു പണ്ഡിതന്റെ ക്ലാസ്സും കേട്ടിട്ടുണ്ടാകുകയില്ല. അവനക്ക് തോന്നുന്നത് ശരിയല്ല, അവനക്ക് തോന്നുന്നു അത് പറ്റൂല, അതുകൊണ്ട് പറയാം അയാൾ പറഞ്ഞ ശരിയല്ല, ആ ഉസ്താദ് പറഞ്ഞത് യോജിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. എങ്ങനെയായി ഉസ്താദ് ഇത് പറയാം? അത് വിവരം കെട്ടവരുടെ സ്വഭാവമാണ്, ജാഹിലിന്റെ അടയാളമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല, അത് ശരിയല്ല. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകണം. ഒന്നെങ്കിൽ പണ്ഡിതന്മാരെ ഫോളോ ചെയ്യണം, അല്ല എങ്കിൽ മിണ്ടാതിരിക്കണം. ഇമാം അസ്സഹബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, തകല്ലം ബിഇൽമിൻ അവ ഇസ്കുത് ബിഹിൽമിൻ. ഒന്നുകിൽ നീ അറിവ് സംസാരിക്കുക, അല്ലെങ്കിൽ മാന്യനായി മിണ്ടാതിരിക്കുക. അറിവുള്ളവരെ ചോദ്യം ചെയ്യരുത്, അറിവുള്ളവരെ കുറ്റപ്പെടുത്തരുത്, അറിവുള്ളവർക്കെതിരെ സംസാരിക്കരുത്. അല്ലെങ്കിൽ നീ അവരെ പോലെ അറിവുള്ള ആളാകണം. എങ്കിൽ നിനക്ക് പറയാം, ആ മസലയിൽ ഇന്ന ദലീലുകളുണ്ട്, ഇന്ന വിഷയങ്ങളുണ്ട്, അയാൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറയാം. അങ്ങനെയല്ലാതെ ആ വിഷയം പൂർണ്ണമായി പഠിക്കാതെ കേവലാഭിപ്രായങ്ങൾ പറയുന്ന വിവരം കെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും പെട്ടുപോകരുത്. വിഷയങ്ങൾ പഠിക്കുമ്പോൾ വിഷയാധിഷ്ഠിതമായി, പ്രമാണബദ്ധിതമായി വിഷയങ്ങളെ പഠിക്കാനും സംസാരിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പണ്ഡിതന്മാർ നാലാമതായി നമുക്ക് പറഞ്ഞു തന്നത്
അയ്യുൻകിറൽ ഇൻസാനു മാ യജ്ഹലുഹു വമാ ഗാബ അൻ ഇൽമിഹി ഫയഖഉ മിൻഹു അത്തക്ദീബു ബിഅദിൽ ഹഖ്. അറിവില്ലാത്ത ആൾക്കുണ്ടാകുന്ന പ്രശ്നമാണത്. അയ്യുൻകിറൽ ഇൻസാനു മാ യജ്ഹലുഹു, തനിക്കറിയാത്ത കാര്യങ്ങളെ എതിർക്കുക എന്നുള്ളത് അത് വിവരക്കേടിന്റെ അടയാളമാണ്, വിവരം കെട്ടവന്റെ വിശേഷണമാണ്. നമുക്കറിയാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അതിനെന്ത് ചെയ്യും? എതിർത്ത് കളയും. തൻ്റെ ഇൽമിലില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അതിനെതിർക്കും. അതിലൂടെ ഉണ്ടാകുന്നത് എന്താണ്? ചില സത്യങ്ങളെ കളവാക്കുന്നിടത്തേക്ക് അവൻ എത്തിത്തീരും. അത് ശരിയല്ല എന്ന് പറയുമ്പോൾ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട പല കാര്യങ്ങളെയും നിഷേധിക്കുന്നിടത്തേക്ക് അവൻ ചെന്നെത്തിത്തീരും. മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അങ്ങനെയാണ്, അവർക്ക് പൂർണ്ണമായി അറിയാത്ത കാര്യങ്ങളെ അവർ നിഷേധിച്ചു കളഞ്ഞു എന്ന്. അതിന്റെ വിവരം തഅ്വീൽ അതും അവർക്ക് എത്തിയിട്ടില്ല ഇതേവരെ. അവർക്ക് പൂർണ്ണമായും അറിയാത്ത കാര്യങ്ങളിൽ അവർ നിഷേധിച്ചു കളഞ്ഞു എന്ന്. പൂർണ്ണമായും അറിയാത്തത് കൊണ്ടാണ് ഈ നിഷേധികൾ നിഷേധിച്ചത്. ഇങ്ങനെ തന്നെയാണ് ഇവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ചത് എന്ന് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ടത് മുശ്രിക്കുകളുടെ കുഫാറുകളുടെ സ്വഭാവമാണ് ഒരു വിഷയം പൂർണ്ണമായും പഠിക്കാതെ അതിനെ എതിർക്കുക എന്നുള്ളത്. അതൊരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ മക്കത്തെ മുശ്രിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞു, അവർ മുഅ്മിനീങ്ങളോട് പറയും അവർ ഈ പറയപ്പെട്ട കാര്യം ഖുർആനിക ആയാത്തുകൾ ഇത് ഖൈറായിരുന്നുവെങ്കിൽ, ഈ പറയപ്പെട്ട കാര്യം ഖൈറായിരുന്നുവെങ്കിൽ അവർ എന്ത് ചെയ്യുമായിരുന്നു? നമ്മൾ അവർക്ക് മുൻകടന്നേനെ. ലൗകാന ഖൈറൻ മാ സബഖൂന ഇലൈഹി, ഈ പറയപ്പെട്ട മുഹമ്മദ് പറയുന്ന ആശയാദർശങ്ങൾ ഖൈറായിരുന്നുവെങ്കിൽ നമ്മളെക്കാൾ മുമ്പേ അവരൊരിക്കലും ഇസ്ലാം സ്വീകരിക്കുമായിരുന്നില്ല. അത് ഖൈറാണെങ്കിൽ നമ്മളാണ് ആദ്യം അത് മനസ്സിലാക്കേണ്ട ആൾക്കാർ. അതുകൊണ്ട് ആ ഖൈറല്ല എന്ന് പറയും. അല്ലാഹു പറയാണ്, അവരെന്താണ് അവരുടെ സ്വഭാവം? വൈദലം യഹ്തദൂ ബിഹി, അവർക്ക് ഈ ഖുർആനിലൂടെ നേർമാർഗം കിട്ടിയില്ല, ശരിയായ അറിവ് കിട്ടിയില്ല. ഫസയഖൂലൂന ഹാദാ ഇഫ്കുൻ ഖദീം, എന്നിട്ട് നിഷേധിച്ച് പറയണം ഇത് പഴയ വ്യാജമാണ്, പഴഞ്ചൻ വ്യാജമാണിത് എന്ന് പറഞ്ഞ് തള്ളുന്നിടത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അറിവില്ലാത്ത കാര്യങ്ങളെ എതിർക്കുമ്പോൾ ഒരു മനുഷ്യൻ ചെന്നെത്തുന്നത് സത്യത്തെ നിഷേധിക്കുന്നിടത്തേക്കാണ്. അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങൾ പണ്ഡിതന്മാർ പറയുമ്പോൾ അത് പണ്ഡിതന്മാരിൽ നിന്നും സ്വീകരിക്കാനാണ് നമ്മൾ തയ്യാറാകേണ്ടത്. നമ്മുടെ ആൾക്കാർ, നമ്മളിൽ ചിലരുണ്ട്, അവർ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകൾ കേട്ട് ചില കാര്യങ്ങളെ സ്വീകരിക്കും, ചില കാര്യങ്ങളെ അവർ എതിർത്ത് കളയും. എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? ആ വിഷയത്തിൽ അറിവുള്ളത് കൊണ്ടാണോ? അല്ല, അറിവുള്ളത് കൊണ്ടല്ല അവർ എതിർക്കുന്നത്, മറിച്ച് അവരുടെ ഹവക്കത് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ശീലിച്ചു പോയ ചില ആദത്തുകൾക്ക് അത് യോജിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം വരെ ചെയ്തു പോയ ഒരു അമലിനോട് എതിരാണത്, അല്ലെങ്കിൽ താൻ ശീലിച്ച ശീലങ്ങൾക്ക് എതിരാണത്. അതുകൊണ്ടാണ് പണ്ഡിതൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറയുമ്പോൾ ആ ശരിയല്ല എന്ന് പറയപ്പെട്ട കാര്യം അള്ളാഹു പറഞ്ഞ കാര്യമാണ് എങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് എങ്കിൽ അതിലൂടെ ഉണ്ടാകുന്നത് ഹദീസ് നിഷേധിക്കുന്നവനായി തീരുകയാണ്, ആയത്തിനെ നിഷേധിക്കുന്നവനായി തീരുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, വിവരക്കേടിൻ്റെ അടയാളമായി, വിവരം കെട്ടവൻ്റെ വിശേഷണമായി പണ്ഡിതന്മാർ പറഞ്ഞ അഞ്ചാമത്തെ കാര്യം അൽ ഇൻശിഗാലു വൽ ഇഹ്തിമാമു ബിൽ ഉലൂമി ദുന്യവിയ്യ, ഭൗതിക വിവരങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. ദീൻ പഠിക്കാതെ, ദീനിൻ്റെ അറിവുകൾ സ്വായത്തമാക്കാതെ ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുകയും അതിൽ വ്യാപൃതനാകുകയും ചെയ്യുക എന്നുള്ളത് വിവരക്കേടാണ്, അറിവില്ലായ്മയാണ്. അങ്ങനെയുള്ളവർ അള്ളാഹുവിൻ്റെ വെറുപ്പാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് കാഫിറുകളുടെ, നിഷേധികളുടെ സ്വഭാവമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. അവർക്ക് ഭൗതികമായ കാര്യങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ പ്രകടമായ കാര്യങ്ങളെ സംബന്ധിച്ച് അറിയാം, എന്നാൽ
ആഖിറത്തെക്കുറിച്ച് അവർ അശ്രദ്ധരാണ് എന്ന്. ആഖിറത്തെക്കുറിച്ച് അവർക്ക് വിവരമില്ല, അതിനുവേണ്ടി പണിയെടുക്കേണ്ട അറിവില്ല. അവർ ഭൗതിക വിഭവങ്ങളിലായി കഴിഞ്ഞുകൂടുകയാണ്. അവർക്ക് ഭൗതിക വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തി ദുനിയ. ഇത് കാഫിറിന്റെ സ്വഭാവമാണ്. അതേപോലെ തന്നെ കാഫിറിന്റെ സ്വഭാവമായി അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മളെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷയില്ലാത്തവർ, വറദൂ ബിൽ ഹയാത്തി ദുനിയ, ഭൗതിക ജീവിതത്തിൽ തൃപ്തിപ്പെട്ടവർ, വത്മഅന്നു ബിഹാ, ആ ഭൗതിക ജീവിതത്തിൽ സമാധാനം കണ്ടവർ, വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, നമ്മുടെ ആയാത്തുകളെ കുറിച്ച് ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അശ്രദ്ധരാവുകയും ചെയ്തവർ, ഉലൈക മഅവാഹുമുൻ നാറു ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചതിന് പകരമായി അവരുടെ പര്യാവസാനം, അവരുടെ മടക്കസ്ഥാനം നരകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. ആരാണവർ? അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷയില്ലാത്തവർ, ഭൗതിക ജീവിതത്തിൽ തൃപ്തി കണ്ടവർ, അതിൽ സമാധാനം കൊണ്ടവർ, ദീനിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ ആയാത്തുകളെ കുറിച്ച് അശ്രദ്ധരായവർ. അല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. ഇത് കാഫിറുകളുടെ സ്വഭാവമാണ്. ദുന്യവിയായ ഇൽമിന്റെ പിന്നാലെ പോവുക, അതിൽ വ്യാപൃതനാകുക, ദീൻ പഠിക്കാതിരിക്കുക എന്നുള്ളത് അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത്തരക്കാരോട് അള്ളാഹുവിന് കോപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ കോപിക്കുന്നെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅലരിയിൻ ജവ്വാലിൻ സഹാബിൻ ബിൽ അസ്വാഖ് ജീഫത്തിൻ ബിൽ ലൈലി വഹിമാരിൻ ബിൻ നഹാർ ആലിമിൻ ബിദ്ദുനിയ വജാഹിലിൻ ബിൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാ അഹങ്കാരിയെയും, പണം ഒരുമിച്ച് കൂട്ടി പിശുക്കനെയും, അമിതമായി ഭക്ഷണം കഴിക്കുന്ന, പണം ഒരുമിച്ച് കൂട്ടി ചെലവ് ചെയ്യാത്ത പിശുക്കനെയും, അങ്ങാടിയിൽ പോയി ചന്തയിൽ പോയി അട്ടഹസിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന, രാത്രിയിൽ അമിതമായി ഉറങ്ങുന്ന, ജീഫത്തും ബില്ലയിൽ, രാത്രിയിലെ ശവം ധാരാളമായി ഉറങ്ങുന്ന, ഹിമാറും ബിൻ നഹാർ, വിവരമില്ലാത്ത കഴുതകളെ പോലെ, പകലിൽ കഴുതകളെ പോലെ അലഞ്ഞു തിരിയുന്ന, ആലിമിൻ ബിദ്ദുനിയ വജാഹിലുൻ ബിൽ ആഖിറ, ദുനിയാവിനെ കുറിച്ച് നന്നായി അറിയുന്ന, ആഖിറത്തെ കുറിച്ച് ഒരു വിവരവുമില്ലാത്ത ആൾക്കാരോട് അള്ളാഹുവിന് വെറുപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ സനദ് ജയ്യിദാണ് എന്ന് ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസിൽ രണ്ട് വ്യക്തികൾക്കിടയിൽ ഇൻഖിതാഅ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കാരണത്താൽ ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ മുൻകത്തിയാണ്, ദുർബലമാണ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും പല പണ്ഡിതന്മാരും ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തുകളുടെ കൂട്ടത്തിൽ ദീൻ അറിയാത്ത ആളെ ആക്ഷേപിക്കാൻ, ദുന്യവിൻ്റെ പിന്നാലെ പോകുന്നവരെ ആക്ഷേപിക്കാൻ ഈ ഹദീസ് കൊണ്ടുവരാറുണ്ട്. അള്ളാഹുവിൻ്റെ വെറുപ്പാണ് എന്ന് അള്ളാഹു പറഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടർ ഇക്കൂട്ടരാണ്. അഹങ്കാരികളായ, ധാരാളം ഭക്ഷിക്കുന്ന, സമ്പത്തൊരുമിച്ച് കൂട്ടി പിശുക്ക് കാണിക്കുന്ന, ശവങ്ങളെപ്പോലെ രാത്രി കുറേ നേരം ഉറങ്ങുന്ന, കഴുതകളെപ്പോലെ വിവരം കെട്ട് അലഞ്ഞു തിരിയുന്ന, അങ്ങാടിയിൽ പോയി ഒച്ച വെക്കുന്ന, ശബ്ദമുണ്ടാക്കുന്ന, ദുനിയാവിനെ കുറിച്ച് നല്ല വിവരമുള്ള, ആഖിറത്തെ കുറിച്ചൊന്നും അറിയാത്ത ഇത്തരക്കാരോട് അല്ലാഹുവിന് വെറുപ്പാണ് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരക്കാരിൽ നമ്മൾ പെടാൻ പാടില്ല. നമ്മൾ ഇൽമിനെ സ്നേഹിക്കണം. ദീനിന്റെ ഇൽമാണ് ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയത്തിന് കാരണമായിട്ടുള്ള ഇൽമ്. ഈ ഇൽമാണ് നമ്മൾ പഠിക്കേണ്ടത്. റാസിഖ് അല്ലാഹുവാണ്, റിസ്ക് തരേണ്ടവൻ അല്ലാഹുവാണ്, ഖൈർ ഷർറുകളെ തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്, ഭാവി അറിയുന്നവൻ അല്ലാഹുവാണ്. എല്ലാം അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിനെ വിട്ട്, അള്ളാഹിനെ മറന്ന്, അള്ള ചെയ്യാൻ പറഞ്ഞത് മറന്ന് ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ദീനിന് വേണ്ടി സമയവും സമ്പത്തും ആരോഗ്യവും ചെലവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇൽമു പഠിക്കാൻ വേണ്ടി മാറിയിരിക്കാൻ നമുക്ക് സാധിക്കണം. ദുനിയാവ് മുഖദ്ദറാണ്, അത് അള്ളാഹു നിശ്ചയിച്ചത് നമുക്ക് കിട്ടുള്ളൂ. ആഖിറ മുഖ്തസബാണ്, അത് നമ്മൾ നേടിയെടുത്താലേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദുനിയവിയായ ഇൽമിൻ്റെ പിന്നാലെ പോകാതെ, അത് പഠിക്കുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായി, അതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടി ദീനിൻ്റെ അറിവ് പഠിക്കാൻ നാം ഓരോരുത്തരും സമയം ചെലവാക്കേണ്ടതുണ്ട് എന്നാണ് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ആറാമതായി പണ്ഡിതന്മാർ പറഞ്ഞത്, വിവരം കെട്ടവൻ്റെ അടയാളമായി, വിവരമില്ലാത്ത ആൾക്കാരുടെ വിശേഷണമായി പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് തജ്സിയത്തു ശരീഅ വൽ അഖ്ദു ബിബഅദി നുസൂസ്. ശരീഅത്തിനെ, ദീനിനെ ഖണ്ഡങ്ങളായി മുറിച്ച് ചിലതെടുത്തു ചിലതെടുക്കാതിരിക്കുക എന്നുള്ളത് വിവരക്കേടാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, ഓ മുഅ്മിനീങ്ങളെ നിങ്ങൾ ദീനിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കണമെന്ന. പൂർണ്ണമായും ദീനിലേക്ക് കയറാൻ നമുക്ക് സാധിക്കണം. ചിലര് അഖീദ പഠിക്കൂല, ഫിഖ്ഹിന് മാത്രം പ്രാധാന്യം കൊടുക്കും. ചിലര് ഫിഖ്ഹ് പഠിക്കും, എന്നാൽ ഫിഖ്ഹ് പഠിക്കൂല, അവർ അദബ് പഠിക്കും. ചിലർ അദബ് പഠിക്കൂല, അഖീദ പഠിക്കും. അങ്ങനെ ചിലത് മാത്രം മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ അവർ പറ്റുന്നത് എടുക്കുക, പറ്റാത്തത് തള്ളുക. വിദയികളെ പോലെ അവർക്ക് യോജിച്ച കാര്യങ്ങൾ മാത്രം ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും അടർത്തിയെടുക്കും. വിദയികൾ അങ്ങനെയാണ്. ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും മാത്രമല്ല, പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് വരെ അവർക്കാവശ്യമായത് മാത്രം മുറിച്ചെടുക്കുന്നവരാണ്. ദീനിനെ പൂർണ്ണമായും ഉൾക്കൊള്ളാത്തവർ, അത് വിവരക്കേടിൻ്റെ അടയാളമാണ്. ദീനിന്റെ എല്ലാ ശാഖകളിലേക്കും കയറി ചെല്ലാൻ, എല്ലാ ശാഖകളും പഠിച്ച് പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കണം. ദീനിനെ സംബന്ധിച്ച് അറിവുള്ള ആളായി നമുക്ക് മാറാൻ സാധിക്കണം. ദീനിനെ സംബന്ധിച്ച് അഖീദയിലായാലും ശരി, ഫിഖ്ഹിലായാലും, ആദാബുകളിലായാലും, സുലൂക്കുകളിലായാലും, മറ്റേത് ഫന്നുകളിലായാലും, ഉസൂലുകളിലായാലും ശരി, അതിനെ സംബന്ധിച്ചുള്ള അറിവുള്ളവരാകണം നമ്മൾ. ദീൻ എന്താണോ ഈ മേഖലകളിലെല്ലാം, വിശ്വാസം, കർമ്മം, സ്വഭാവം എന്നീ മേഖലകളിലെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്, ആ വക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. മുൻധാരണകളില്ലാതെ ദീൻ പഠിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് ചെല്ലണം. എന്താണോ അല്ലാഹുവിന്റെ റസൂലും ദീനായി നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതിനെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇൽമുള്ളവരായി മാറുള്ളൂ, ഇൽമിന്റെ അഹ്ലുകാരായി മാറുള്ളൂ. ദീനിനെ പൂർണ്ണമായും സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത്, തനിക്ക് വേണ്ടാത്തതിനെ തള്ളുക എന്നുള്ളത് വിവരം കെട്ടവരുടെയും വിവരക്കേടിന്റെയും അടയാളമാണ്. അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, ഈ 6 കാര്യങ്ങൾ കൃത്യമായി നാം സൂക്ഷിക്കാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ശരിയായ വിശ്വാസിയായി, നല്ല ആലിമായി, നല്ല ദായിയായി സമൂഹത്തിൽ ഇറങ്ങാൻ നമുക്ക് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ നല്ല ആബിദായി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ദീനിനെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന മുത്തക്കികളുടെയും മുഖ്ലിസീങ്ങളുടെയും കൂട്ടത്തിൽ പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പണ്ഡിതന്മാരിൽ ചിലർ രേഖപ്പെടുത്തിയത്, അള്ളാഹുവിന്റെ ഉന്നത ദർജകൾ നേടിയ അള്ളാഹുവിന്റെ അടിമകൾ ഇത്തരക്കാരായിരുന്നു എന്നാണ്. ശുഹദാക്കൾ, അംബിയാക്കൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ പോലുള്ള, സിദ്ദീഖീങ്ങൾ പോലുള്ള ഉന്നത ദർജകൾ കൈവരിച്ചവർ, അവർ ഈ രീതിയിൽ ദീനിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്തവരായിരുന്നു എന്നാണ്. ആ രീതിയിൽ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. വിവരക്കേടിൽ നിന്നും, വിവരക്കേടിന്റെ അടയാളങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ, വിവരം കെട്ടവരിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞതുപോലെ ഫഅഅരിദ് അനിൽ ജാഹിലീൻ, നീ വിവരം കെട്ടവരിൽ നിന്നും മാറി നിൽക്കണമെന്ന്. വിവരക്കേട് അത് നാശമാണ്, അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇൽമ് പഠിച്ച്, ഇൽമിന്റെ അഹ്ലുകാരുടെ കൂടെ കൂടി, ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആലിമീങ്ങളുടെ കൂടെ കൂടി ജീവിക്കാൻ, അങ്ങനെയായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ.